ഹലോ ഗൈസ്, കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടണമെന്ന്. പക്ഷേ എനിക്കിതുവരെ ടൈം കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്ന് കരുതി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2 ദിവസം മുന്നേ ആസ്ക് മീ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സംഭവമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിനുള്ള റിപ്ലൈ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ് എഡിറ്റിംഗ് ആരാ ചെയ്യണേ, എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ. ഇതാണ് ഏറ്റവും കൂടുതൽ വന്നുള്ള ക്വസ്റ്റ്യൻ. എഡിറ്റിംഗ് ആരാ ചെയ്യണേ, എഡിറ്റിംഗ് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ വെച്ചിട്ട്. എഡിറ്റ് ചെയ്യുന്ന ആൾ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോക്ക് എങ്ങനെ അത് പറഞ്ഞു തരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ കഴിയട്ടെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, മെഹന്തി എവിടെ നിന്നാണ് ഇടൽ പഠിച്ചത്. ഇതൊന്നല്ല, കുറേ പേര് ഇതേ സെയിം ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ പേരോട് ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിലൂടെ അങ്ങനെ പറയാമെന്ന് കരുതി. അപ്പോൾ മെഹന്തി ക്ലാസ്സിന് ഞാൻ പോയിട്ടില്ല. ഇതുവരെ ആരടുത്തും പോയി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പം മുതലേ എനിക്ക് മെഹന്തി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മെഹന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എപ്പോഴും മെഹന്തി ഉണ്ടാവും. പിന്നെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എൻ്റെ കയ്യിൽ ഇട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും മെഹന്തിയാണ്. ഇത് കണ്ടിട്ട് എന്നോട് ഫ്രണ്ട്സ് ഇട്ടെടുക്കാൻ പറയും. അപ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കും. പിന്നെ പെരുന്നാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അയൽവാസികളും കസിൻസും എല്ലാവരുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാനിങ്ങനെ മെച്ചപ്പെട്ട് ആദ്യം എനിക്ക് അതിലിരുന്ന് എൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അന്ന് എനിക്കത് ഭയങ്കര ഞാൻ ഭയങ്കര പ്രൊഫഷണലായ പോലെ ഇരുന്ന് എനിക്കന്ന്. പക്ഷെ അന്നത്തെ വർക്കൊന്നും എനിക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ആ ഒരു ഡിസൈനൊക്കെ പറഞ്ഞെങ്കിൽ. അന്ന് ഞാൻ നല്ലതാണെന്ന് കരുതിയ ഡിസൈനൊക്കെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇതായിരുന്നു ഞാൻ അന്ന് ഇട്ടേന്ന്, അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇട്ട് പിന്നെ ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പെയ്ഡായിട്ടൊരു വർക്കിന് പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് 500 രൂപ കിട്ടി. 500 രൂപയുടെ വർക്കായിരുന്നത്. സിമ്പിൾ വർക്കായിരുന്നു. ബ്രൈഡിൻ്റെ 2 സൈഡ് ഇടാനാ അങ്ങനെ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇത് 500 രൂപ കിട്ടി. പിന്നെ ഞാൻ ബ്രൈഡൽ വർക്ക് എടുക്കാൻ തുടങ്ങിയത് 2500 രൂപയ്ക്ക്. അങ്ങനെ വർക്ക് കിട്ടി. പിന്നെ ഞാൻ വർക്കിന് പോയതിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് ഇടൽ പഠിച്ചത്. ഞാൻ പ്രൊഫഷണൽ ആ ഒരു ഇതിൽ പറയുമല്ലോ, നന്നായിട്ട് ഇടണ്ടല്ലോ, പ്രൊഫഷണലായിട്ട് ഇടണ്ടല്ലോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതിലേക്ക് എത്തിയത് ഞാൻ കുറേ വർക്കിന് പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇടാൻ പഠിച്ചത്. അല്ലാണ്ട് ഞാനൊരു ക്ലാസ്സിനും പോയിട്ടില്ല. പ്രാക്ടീസ് തന്നെയാണ് നമ്മളെ നന്നായിട്ട് ഇടാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് അടിപൊളിയായിട്ട് മെഹന്തി ഇടാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. അപ്പം മെഹന്തി ഇടൽ ഞാൻ എവിടെയും പഠിക്കാൻ പോയിട്ടില്ല. സ്വന്തമായിട്ട് എനിക്കതിനായിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. ബുക്കിലും ഞാനിങ്ങനെ പെണ്ണുകൊണ്ട് ഡിസൈൻ ചെയ്യും, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യും. ഞാൻ കൈ വെച്ചിട്ട് കൈയിൻ്റെ ഔട്ട്ലൈൻ വരക്കും പെണ്ണുകൊണ്ട്, എന്നിട്ട് അതിൽ ഡിസൈൻ ചെയ്യും. എനിക്കതിനായിട്ടൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ ഫുള്ളും ഡിസൈൻ ആയിരുന്നു. ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ, അടുത്തത് ഇതെങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് വരക്കാൻ പഠിച്ചേ. എനിക്ക് മെഹന്തി ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അതിട്ടാ. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു. പിന്നെ മെഹന്തി ടിപ്സ് ഫോർ ബിഗിനേഴ്സ്. ടിപ്സ് ഇപ്പോൾ നിങ്ങളെങ്ങനെ ഉദ്ദേശിച്ചത്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മെഹന്തി ഇടാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയേണ്ട ടിപ്സ് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. അത് പെണ്ണുകൊണ്ടല്ല, ഞാൻ പെണ്ണുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, മെഹന്തി കോണോണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കണം. എന്നെങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഹൗ ടു ഗെറ്റ് എണ്ണ ഓർഡർ എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം വലിയ കഥ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കതിന് ആദ്യം ഇപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കിട്ടിയാലായി. അങ്ങനെയായിരുന്നു ഞാൻ. ഇപ്പോഴൊക്കെയാണ് നന്നായിട്ട് വർക്ക് കിട്ടണം. പണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു വർക്ക് കിട്ടാണ്ട് കാത്തിരിക്കും. ഒരു മാസത്തിൽ ചിലപ്പോൾ 1 or 2 വർക്കേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നടന്നിരുന്ന ഒരാളാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ നമ്മളെ വീഡിയോസും ഫോട്ടോസൊക്കെ ആരെങ്കിലും കാണണം. നിങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ നിങ്ങൾ പോസ്റ്റ് ഇടാതെ നിങ്ങൾക്ക് വർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. നിങ്ങളതിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കണം. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ തന്നെ മെഹന്തി ഇട്ടിട്ട് നിങ്ങളത് നല്ല ഫോട്ടോസ് എടുത്ത് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റത്തെ പോസ്റ്റ് ചെയ്തപ്പോൾ 2 ലൈക്ക് ഇട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ അയ്യോ ലൈക്ക് ഇല്ലാന്ന് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എപ്പോഴും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്ന വീഡിയോസൊക്കെ നല്ല റീച്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഓർഡർ പിടിക്കുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് ഇട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഞാനൊന്ന് ക്ലിക്കായിട്ട്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് റീച്ച് ആയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പൂച്ച വരച്ചിട്ടുണ്ടായിരുന്നു. ആ പൂച്ചയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കയറി നിൽക്കുന്നത്. നല്ല റീച്ചൊക്കെ കിട്ടാൻ കാരണം ആ പൂച്ച വരച്ച കാരണം. പൂച്ചക്ക് 6 മില്യൺ വ്യൂസിന് മേലെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം വരുന്ന വീഡിയോസൊക്കെ ഭയങ്കര റീച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, റീച്ച് ഇല്ലാതെ ചെയ്തിട്ട് വീഡിയോസ് ഇടാണ്ടിരിക്കണ്ട. വീഡിയോസ് ഇട്ടിട്ട് പിന്നെ റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ മെല്ലെ അങ്ങോട്ട് കയറിക്കോളൂ. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതാണ്. എന്നിട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പഠിക്കണം ഒരു മേക്കപ്പോ അല്ലെങ്കിൽ കുറേ വേറെ തന്നെ പഠിക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ടൈം ഇല്ലാത്ത കാരണം, വർക്കൊക്കെ എടുത്തുള്ള കാരണം പഠിക്കാൻ പോകാത്തതാണ്. പിന്നത്തെ ക്വസ്റ്റ്യന് മെഹന്തി ആർട്ട് അല്ലാണ്ട് പെൻസിൽ ആർട്ട് ചെയ്യും. ഞാൻ പെൻസിൽ ആർട്ടും ചെയ്തിരുന്നു, പെയിൻറ്റിങ്ങും ചെയ്തിരുന്നു.
ഇപ്പോൾ മെഹന്തി വർക്കൊക്കെ കിട്ടൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അതൊക്കെ നൈസായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട്. പെൻസിൽ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ കുറച്ച് മടിയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അത് വല്ലാണ്ട് അങ്ങോട്ട് നോക്കാൻ പോകാറില്ല, വരച്ച് നോക്കാനൊന്നും പോകാറില്ല. അപ്പോൾ ഞാൻ പെൻസിൽ ആർട്ട് ചെയ്യും, പെയിൻറ്റിങ്ങും ചെയ്യും. അങ്ങനെ അല്ലറ ചില്ലറ കഴിവുകളൊക്കെ ഉണ്ട്. ഗിവ് അവേ വല്ലതും ഇടുന്നുണ്ടോന്നും. ഇനി ഗിവ് അവേ ഇടുന്നുണ്ട്. നമ്മളൊരു ഗിവ് അവേ അല്ല, ഇനിയും ഗിവ് അവേ ഇടുന്നുണ്ട്. ഇപ്പോൾ അടുത്തായിട്ടൊരു ഗിവ് അവേയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. റീൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട്. റീൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് എല്ലാവർക്കും വേണ്ടത്. പിന്നെ അതേപോലെ റീൽ എഡിറ്റിംഗ് ആരാ ചെയ്യണേ, കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, റീൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ചിലപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഈ വീഡിയോയിൽ ഇടാൻ പറ്റില്ല, അപ്പോൾ ഞാൻ വേറെ വീഡിയോയിൽ റീൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ചെയ്യാം. എന്നത് എത്ര ടൈമിനുള്ളിലാണ് ഒരു ബ്രൈഡൽ വർക്ക് തീർക്കാന്നുള്ളതാണ്. കിളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ, എൻ്റെ വോയിസ് എത്രമാത്രം ക്ലിയർ ആവണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കിളി, താറാവ് എല്ലാത്തിൻ്റെ സൗണ്ട് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ ഒരു ബ്രൈഡൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനത് ഓരോരുത്തരുടെ കൈയിൻ്റെ സൈസ് അനുസരിച്ചിട്ടും ഡിസൈൻ അനുസരിച്ചിട്ടാണ് എനിക്ക് ടൈം എടുക്കുക. ഇപ്പോൾ നോർമൽ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ എൽബോ ലെങ്ത് തന്നെ നോർമൽ ഡിസൈൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3.5 മണിക്കൂർ കൊണ്ട് 4 സൈഡും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഡിസൈനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് 4.5 മണിക്കൂർ വേണ്ടി വരും. ഇനി കുറച്ച് കൈ സൈസുള്ള ആൾക്കാരാണെങ്കിൽ 5 മണിക്കൂർ, കൂടിപ്പോയാൽ 5 മണിക്കൂർ. പോർട്രേറ്റ് വർക്കൊക്കെ ഉണ്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചിത്രം വരക്കാനൊക്കെയുള്ള പണി തരികയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ടൈം വേണ്ടി വരും. അപ്പോൾ ഒരു അങ്ങനത്തെ വർക്കൊക്കെ ആണെങ്കിൽ ഒരു 6 മണിക്കൂർക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ 4.5 മണിക്കൂർ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഞാനൊരു മെഹന്തി പേജ് തുടങ്ങി കുറേ ആയി, ബട്ട് എനിക്ക് ഇതുവരെ ഒരു ഓർഡറും കിട്ടിയില്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പേജ് തുടങ്ങിയെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് വർക്കൊന്നും കിട്ടില്ല. നിങ്ങളെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിടുന്ന മെഹന്തി ഫോട്ടോ എടുക്കുക, നല്ല ഫോട്ടോസ് എടുക്കുക, പോസ്റ്റ് ചെയ്യുക. കുറേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരു 2 ദിവസം ഇടപെട്ടിട്ടെങ്കിലും പോസ്റ്റ് ഇടുക ഇൻസ്റ്റാഗ്രാമിൽ. അത് റീലാവുമ്പോൾ കുറച്ചും കൂടെ നല്ലത്. റീൽസൊക്കെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ റീച്ച് കിട്ടാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. റീൽസിലൂടെയാണ് ഞാൻ വരലായത്. സോ അങ്ങനെ. ഓയിൽ ആർ യു യൂസിങ് ഹെന്ന കോൺസ്. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് ടീ ട്രീ ഓയിലാണ്. ആ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓർഡർ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവില്ലെന്ന്. ബാക്ക് പെയിൻ നല്ലോണം ഉണ്ടായി. ഇപ്പോൾ ഇരിക്കുമ്പോൾ പോലും എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അങ്ങനെ ഇരുന്ന് ശീലമായി. ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കാം. എനിക്ക് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴും ബാക്ക് പെയിൻ ഉണ്ടാകും. അപ്പോൾ പിന്നെ വർക്ക്സ് എടുക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫോണും ബാക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ അതൊന്ന് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അത് മാറിക്കോളും. ശീലമായ കാരണം ഒന്നും. പണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഉമ്മ എനിക്ക് തൈലിട്ട് തരും. എന്നിട്ടൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നാൽ ഉമ്മ തൈലിൽ തേച്ച് തരും, എന്നിട്ട് കിടന്നുറങ്ങാം. ഇപ്പോൾ എന്ന് പറയുമ്പോൾ പെയിൻ ഉണ്ട്, പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. അങ്ങനെ അയക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ടോ? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കാരണം എനിക്കിപ്പോൾ ഓൾറെഡി റീച്ച് ഉണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ സ്റ്റോറി വരും ഇതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. അത് കാരണം അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ വരച്ചത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ എന്താണെന്നറിയോ, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്ത് വരക്കണത് എൻ്റെ കയ്യിൻ്റെ ഇടയിലാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കലും ഇടലും കൂടെ ഒപ്പം നടക്കണില്ല. ഇപ്പോൾ റീച്ച് ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ ട്യൂട്ടർ വീഡിയോ എൻ്റെ കയ്യിലില്ല. അത് ഞാൻ ഇടാത്ത. ഇപ്പോൾ വേറെ ആരുടെയും കയ്യിൽ വരക്കാനാണെങ്കിൽ എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടും. പക്ഷെ എൻ്റെ കയ്യിലാവുമ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ വരക്കുന്ന ചിത്രങ്ങളാണ്. അത് കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള ഒരു മൈൻഡ് ആ സമയത്ത് വരില്ല. ഞാൻ ചുമ്മാ വരക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ഇടുക. അതുകൊണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇറക്കും. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് വേണമെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുള്ളൂ കേട്ടോ. ബാക്ക് ഹാൻഡ് ഫിനിഷിങ് ചെയ്യാൻ ടിപ്സ് പറഞ്ഞു തരൂ പ്ലീസ്. ബാക്ക് ഹാൻഡ് ഫിനിഷ് ചെയ്യാൻ എനിക്ക് ആദ്യം ഭയങ്കര ഡൗട്ടായിരുന്നു. ബാക്ക് ഹാൻഡ് എങ്ങനെ ഫിനിഷ് ചെയ്യാം? കാരണം ഇപ്പോൾ തിരിച്ച് ഇങ്ങനെ കൈ തിരിക്കുമ്പോഴാണ് ആ ലൈൻസൊക്കെ ചിരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എങ്ങനെ ബാക്ക് ഹാൻഡ് ഫിനിഷ് ചെയ്യാം. പിന്നെ അങ്ങനെ ഇട്ടിട്ട് എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ബാക്ക് ഹാൻഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന്. അതിനുള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ വേറെ ഇടാം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്. നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടും. അപ്പോൾ ഞാൻ ഇനി ഒരു വർക്കിന് പോകുമ്പോൾ ബാക്ക് ഹാൻഡ് എങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്യണമെന്നുള്ള വീഡിയോ, ബാക്ക് ഹാൻഡ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഡു യു ഹാവ് എനി വേഴ്സ് എൻ അപ്പോയിൻമെൻറ്റ്? ഉണ്ടായിട്ടല്ലോ. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വർക്കാണ്. നടന്നൊരു കാര്യമൊക്കെ എനിക്ക് മനസ്സിൽ വരുന്നു. സോ അത് നിർത്താം നമുക്ക്. ഒരു മോശം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മെഹന്തി ഡ്രൈ ആകുമ്പോഴേക്കും പെട്ടെന്ന് അടർന്നു പോകുന്നു. അതെന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോണിൻ്റെ പ്രശ്നമായിരിക്കാം, ആ കോണിൽ യൂസ് ചെയ്ത പൗഡറിൻ്റെ പ്രശ്നമായിരിക്കാം. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈൻ്റെ ഹാഫ് പോർഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇട്ട ഭാഗം ഡ്രൈ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പം തന്നെ ഷുഗർ സിറപ്പ് ഇട്ടിച്ച് കൊടുക്കുക. നല്ലോണം ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷുഗർ സിറപ്പ് തേച്ചതിന് വലിയ ഉപകാരം ഉണ്ടാവില്ല. ചിലപ്പോൾ അത് അടർന്നു പോകും. നമ്മൾ ഡ്രൈ ആവണമെങ്കിൽ മുമ്പ് ഷുഗർ സിറപ്പ് ഇട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ, ഇടകാണ്ട് അവിടെ തന്നെ ഇരുന്നോളൂ. ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങളെ മെഹന്തി ഇടുന്ന ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.